സത്യസ്വരൂപിണി ചൈതന്യ കാരിണി ശ്രീരാമയ കൈ തൊഴുന്നു സത്യസ്വരൂപിണി ചൈതന്യ കാരിണി ശ്രീരാമയ കൈ തൊഴുന്നു ആറ്റുകൾ വാഴുമേ ആയിരം തലത്തിൽ പൊങ്കാല പതിനായിരം മനസ്സിൽ തുടിക്കുന്നു നീ ആയിരം തലത്തിൽ പൊങ്കാല പതിനായിരം മനസ്സിൽ തുടിക്കുന്നു നീ മകദർശനം തരൂ ജഗദം എന്നും നാട്ടുകൾ വാഴുമേ ശ്രീദേവി അംബികേ ദേവി ശ്രീദേവി അമ്മേ പൊന്നമ്മേ ദേവി ശ്രീദേവി അമ്മേ പൊന്നമ്മേ അമ്മേ 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 ജീവിതത്താരയിൽ ഒറ്റയ്ക്കു നിൽക്കുമ്പോ പെട്ടെന്ന് വന്നു നീ കോരിരുളാട്ടി നീ കെട്ടിപ്പിടിക്കേ ആറ്റുകാലമേ ലോകമാതാവേ എപ്പോഴും പൊൻപാദം ഇഷ്ടപ്പെടുന്നൊരീ മർത്യരിൽ കാരുണ്യ വർഷം പൊഴിക്കേണേ ഞെട്ടിത്തരിച്ചിന്നി ജീവിതത്താരയിൽ ഒറ്റയ്ക്കു നിൽക്കുമ്പോ പെട്ടെന്ന് വന്നിരുൾ കൂട്ടങ്ങളാട്ടി നീ കെട്ടിപ്പിടിക്കേ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ കാര്യകാരിണി കാവ്യരൂപിണി ചിത്തരക്ഷമാ ദേവമൽപദം നിത്യനിർമ്മലേ നിരുപമേ ശിവേ ആട്ടുകാലമേ പാഹി പാഹി മാ
കാമദായിനി ശക്തിനാശിനി പാപമേശ്വരി ആറ്റുകാലം ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം മുൻ വർഷത്തെ പോലെ ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നടത്തുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 1500ഓളം ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. ബാംഗ്ലൂർ, മൈസൂർ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെയാണ് കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്നും പൊങ്കാല അർപ്പിക്കാനുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെ ഇവിടെ ഉണ്ടായി. ഇത്തവണ 2000ഓളം പൊങ്കാലയാണ് ഇത്തവണ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് അർപ്പിക്കുവാൻ കഴിഞ്ഞത്. ഈ മഹനീയ സാന്നിധ്യത്തിൽ ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയ എല്ലാ ഭക്തജനങ്ങളെയും ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഗീതാരവി, പാലക്കാട്ടിൽ നിന്നാണ്, പാലക്കാട് കണ്ണാളിയിൽ നിന്നാണ്. ഞാൻ പൊങ്കാലയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് കുറേ പേരുണ്ട്. ഞാൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. അതുപോലെ ഞങ്ങളുടെ ഒപ്പം കുറേ ABP സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഗ്യാങ്ങായിട്ട് എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പോൾ 8-10 വർഷമായിട്ട് മുടങ്ങാതെ വരാൻ പറ്റിയിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നിങ്ങൾ ഇത്രയും സൗകര്യം ഒരുക്കി തന്നതിൽ വളരെയേറെ നന്ദി. ചേന്തി റെസിഡൻഷ്യൽ അസോസിയേഷൻ നടത്തി തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും വളരെയേറെ നന്ദി. പേര് രമ്യ. ഞങ്ങളിവിടെ കല്ലമ്പള്ളി ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ ചേന്തിയിൽ ഇവിടെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. വളരെ സൗകര്യമായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു. പൂർണിമ. ഇവിടെ അടുത്ത് തന്നെ നല്ലമോം ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് നന്നായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നതിന് നന്ദി ചേന്തി റെസിഡൻസ് അസോസിയേഷന്. താങ്ക് യു. നമ്മുടെ ഇവിടെ ആറ്റാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ചേന്തി റെസിഡൻസ് അസോസിയേഷന് ഞങ്ങളുടെ വക ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ വെഞ്ഞാറമൂട് കാരേറ്റെന്ന് വരികയാണ്. അപ്പോൾ ഒരുപാട് ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളായിരുന്നു. ഭക്ഷണമായാലും വെള്ളം, എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് റെസിഡൻസ് അസോസിയേഷനോട് നന്ദി പറയുന്നു. ജയന്തി റെസിഡൻസ് അസോസിയേഷൻ ഇതെല്ലാം ഒരുക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. മടത്തറയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്ര ഒരുക്കങ്ങളോടെ. ഞങ്ങൾ കുറേ കാലമായി വരുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും സൗകര്യം കിട്ടുന്നത്. ഞങ്ങൾ സ്ഥലം തേടി നടക്കുകയായിരുന്നു. പാലക്കാട് നിന്ന് വരികയാണ്. പക്ഷേ ഇത്രയും സൗകര്യം തന്നതിന് ചേന്തി റെസിഡൻസ് അസോസിയേഷനോട് വളരെ നന്ദി. വളരെ സന്തോഷം. അടുത്ത പ്രാവശ്യം ഇതുമാതിരി ചെയ്തു തരുന്നു. എൻ്റെ പേര് ശോഭന. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾ ഇവിടെ ചെങ്കോട്ടോണം താമസിക്കുന്നു. അപ്പോൾ കുറേ കാലമായി ആറ്റുകാലമ്മയുടെ ഈ പൊങ്കാലിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാത്തിനൊരു സമയമുണ്ടല്ലോ. ഞാനിപ്പോൾ റിട്ടയറായി. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെയൊരു സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ഈ ഒരു പുണ്യ കർമ്മത്തിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു ഇത് സൗകര്യങ്ങളെക്കുറിച്ച്. പക്ഷേ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സമൂഹം ആറ്റുകാൽ പൊങ്കാലയെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മാതൃകാപരമായ രീതിയിൽ ഓരോരുത്തരുടെയും ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളെ വല്ലാതെ ഭക്തിയോടൊപ്പം തന്നെ വളരെ അനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ഒരു സേവനത്തിന് നന്ദി പറയുന്നു. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല കേരളീയർക്ക് മാത്രമല്ല ഭാരതീയർക്കും ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇപ്പോൾ ഈ മഹാസംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും കേരളം ഒരു കാർഷിക അടിത്തറയുള്ള സംസ്ഥാനവും പ്രദേശവുമാണ്. ഇവിടുത്തെ പ്രധാന വിളവായി നാം എപ്പോഴും പരിഗണിച്ചു പോരുന്നത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം തന്നെയാണ് നമ്മിലുള്ളത്. ആ നെൽവിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചരി ഉപയോഗിച്ച്
പൊങ്കാലയും സാധ്യമായ കുറേയേറെ മധുരം ചേർത്ത വിഭവങ്ങളും ഒരുക്കി ജനങ്ങളെ ഭക്തിയുടെ തണലിൽ ഊട്ടുന്ന ഒരു വലിയ സംഭവമാണ്, ലോകത്തെങ്ങും നടക്കാത്ത ഒരു സംഭവമാണ് ആറ്റുകാൽ കേന്ദ്രമായി നടക്കുന്നത്. ഒരു പാടശേഖരത്തിൻ്റെ പശ്ചാത്തലമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വാസ്തവത്തിലുള്ളത്. വളരെ ഉത്തേജകമായ ഒരു പ്രവർത്തനമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നേറുന്നത്. നമ്മുടെ സ്ത്രീകൾ സമർപ്പണം കൊണ്ട് മഹത്വമാർജിച്ചവരാണ്. എത്ര നാര്യസ്ത് പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ് നമ്മുടെ പ്രാചീന വിശ്വാസം. സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ മാത്രമേ ഐശ്വര്യവും സമാധാനവും വളർന്നു പൊന്തുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. സ്ത്രീയെ അത്രയേറെ ആദരവൊക്കെ അവിടെ കാണാൻ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് ഭാരതം വിഭാവന ചെയ്തത്. ലോകത്തെവിടെയും മൂർത്തി സങ്കല്പങ്ങളുണ്ട്. വ്യത്യസ്ത പരിഷ്കാരങ്ങളുള്ള അമേരിക്കയിലോ ചൈനയിലോ റഷ്യയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എന്ന് വേണ്ട ലോകത്തിലെ ഏതൊരു ഭൂപ്രദേശത്തും മൂർത്തികൾക്ക് ഒരു ദേവസങ്കല്പവും ദേവസങ്കല്പത്തിന് ഒരു മൂർത്തി രൂപവും നൽകി ബഹുമാനിച്ചു പോരുന്നത് കാണാറുണ്ട്. ശിവൻ ലോകത്തിലെ ആദ്യത്തെ സാഹസികനായ പുരുഷനും പൗരുഷം കൊണ്ട് നിറഞ്ഞ വ്യക്തിയും ത്യാഗത്തിന് തന്നെ സമർപ്പിച്ചയാളുമാണ്. വിഷവർഷം കൊണ്ട് ലോകം നശിച്ചു പോകും എന്ന് ബോധ്യമായപ്പോൾ അതനുവദിച്ചുകൂടാ, താൻ നശിച്ചോളാം എന്ന് സമ്മതിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് കാളകൂട വിഷം സ്വീകരിക്കാൻ തയ്യാറായി വായ് തുറന്നയാളാണ് അദ്ദേഹം. ദേവി പാർവതി ഇടയ്ക്ക് തടസ്സം നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിര്യാണം സംഭവിക്കാതിരുന്നത്. അതൊക്കെ വേറൊരു കഥയാണ്. പക്ഷേ എങ്കിലും സ്ത്രീ പുരുഷ സംസ്കാരത്തിൻ്റെ ഉദാത്ത ഭാവങ്ങളാണ് നാം അതിലൂടെ കാണുന്നത്. എവിടെയാണ് സ്ത്രീകൾക്ക് അവകാശം, എന്തു തന്നു ഞങ്ങൾക്കെന്നൊക്കെ ചോദിക്കുന്ന പുതുതലമുറ അറിയേണ്ട ഒരു കാര്യം, ലോകത്താദ്യമായി എൻ്റെ പകുതി സ്ത്രീയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ആരും ആവശ്യപ്പെടാതെ, റെസല്യൂഷൻ പാസ്സാക്കാതെ, ഒരു ധരണയും ഉപവാസവും നടത്താതെ എൻ്റെ പകുതി സ്ത്രീയാണെന്ന് സമ്മതിച്ചുകൊണ്ട് അർദ്ധനാരീശ്വരനായി നിലനിൽക്കാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, ആദരിക്കപ്പെടാൻ അനുവാദം നൽകിയ തപശക്തിയുടെ ചൈതന്യമാണ് പരമശിവൻ. പരമശിവൻ ഒരു മൂർത്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെയാണ് ശ്രീനാരായണ ഗുരുദേവനും ആരാധിച്ചിരുന്നത്. ശിവൻ സർവസമ്മതനായ ലോകത്തിൻ്റെ സമുജ്വലമായ ഒരു ശക്തി പ്രതീകമാണ്. മൂന്ന് സ്ത്രീകളാണ് നമ്മുടെ സംസ്കാരത്തിൽ പൊന്തി നിൽക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, ലക്ഷ്മി, സരസ്വതി, അതുപോലെ തന്നെ ദുർഗ തുടങ്ങിയ മഹചരിതകളാണ്. ആ സ്ത്രീകളാണ്, ആ മഹതികളെയാണ് നാം ഇന്ന് നന്നായി ആദരിക്കുന്നത്. ആറ്റുകാലമ്പ തന്നെ ദുർഗയുടെ മറ്റൊരു ഭാവമാണ്. ആശ്രിതരെ അനുഗ്രഹിക്കുന്ന മഹാപ്രതിഭാസത്തിൻ്റെ ഭാവം. ആ അമ്മയുടെ പേരിൽ നടക്കുന്ന പൊങ്കാല ദിവസമാണ് ഇന്ന്. ശ്രീനാരായണ ഗുരുകുല സംഗീതത്തിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമാണ് ചേന്തിയിലെ ഈ ആശ്രമം. ഇവിടെ കേന്ദ്രമാക്കി നടക്കുന്ന ഈ ഉത്സവാഘോഷങ്ങൾക്ക് സർവത്ര മംഗളവും സാധ്യമാകട്ടെ, ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിലും മലയാളികൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഈ പ്രദേശത്തെ പ്രത്യേകതയാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും ഈ മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ചിഹ്നങ്ങളാണ്. കേരളത്തിലെ എല്ലായിടത്തും അങ്ങനെയാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ചേർന്നാണ് എല്ലായിടത്തും ഉത്സവങ്ങൾ നടത്തുന്നത്. അടുത്ത കാലത്തൊക്കെ മനുഷ്യരിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചിലയിടത്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് തീരെ ഏശാത്തൊരു പ്രദേശമാണിത്. ഇവിടെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഒക്കെ ചേർന്നിട്ടാണ് ഈ തിരുവനന്തപുരത്തെ ഈ ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഒരുമിച്ച് നടത്തുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഐതിഹ്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭാഷണങ്ങൾ, ചർച്ചകൾക്കൊക്കെ കാരണമാകാറുണ്ട്. അത് മറ്റ് വിഷയങ്ങളാണ്.
പക്ഷേ സ്ത്രീകൾക്ക് അവരുടെ ദിനമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന, അവരുടെ ഉത്സവമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഈ ആറ്റുകാൽ ഉത്സവത്തിന് ഒരു പ്രദേശത്തെ മുഴുവൻ ജനവും ഒരു വ്യത്യാസവുമില്ല, ഒരു കാര്യത്തിൽ ഭിന്നതകളും കൊണ്ടുവരാതെ മുഴുവൻ പേരും ഒരു പ്രദേശത്തേക്ക്, അതൊരു റെസിഡൻസ് അസോസിയേഷനൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നത് അത് അപൂർവമായിട്ടുള്ളൊരു അനുഭവമാണ്. അതാണ് ഇതിൻ്റെ ഈ പ്രദേശത്ത് ആറ്റുകാൽ ഉത്സവത്തോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയും. ഇത് കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും ഈ ചേന്തി ഒരു മാതൃകയാണ്. ഏറ്റവും സ്നേഹിക്കുന്ന ഭക്തജനങ്ങളെ, ഇന്ന് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്ന പ്രധാന നിമിഷമാണ്. ഞാൻ കേവലം ഒരു ഡോക്ടറായിട്ട് തുടങ്ങിയപ്പോൾ, അതായത് 52 വർഷത്തിന് മുമ്പ് പൊങ്കാലയിട്ട ഒരു അമ്മ എന്നെ കാണാൻ വന്നു. അല്പം പൊള്ളലേറ്റു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരിപ്പിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അവർ 52 പ്രാവശ്യം പൊങ്കാലയിട്ടു എന്ന് പറയുമ്പോൾ ആ അമ്മ കാണിച്ച മഹോത്തരമായ മാനവികത നാം ഉൾക്കൊള്ളണം. അതിനുപരിയായി അവിടെ സാധാരണ ചൊല്ലാറുള്ള സർവ മംഗളമംഗല്യെന്ന്. അപ്പോൾ കുറുപ്പ് ചേട്ടൻ പറഞ്ഞതുപോലെ മാതാ പിതാ ഗുരു ദൈവമാണ്. അപ്പോൾ ആ മാതാവാണ് നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിനും മുൻപേ വരുന്ന ഒരു അജയ്യമായ ശക്തി. ആ ശക്തിയിൽ മനസ്സ് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് മനുഷ്യന് സമാധാനവും സന്തോഷവും ഇല്ലാതെ വലയുന്ന ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ, കർമ്മങ്ങൾ, ക്രിയകൾ, പ്രവർത്തികൾ നാം ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. അതിൻ്റെ മകുട ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ചേന്തി റെസിഡൻസ് അസോസിയേഷനും ജിയക്കപ്പണിക്കരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടുത്തെ ഈ മഹായജ്ഞവും. അതിനാൽ ഈ ഗുരു സാന്നിധ്യമുള്ള ഈ മണ്ണിൽ ശിവനെ ദൈവമായി കണ്ട ഗുരുദേവന് പോലും അസൂയ തോന്നത്തക്ക രീതിയിൽ അനി മുതലായവർ ഇവിടെ സംഭാവന ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനും ആഹ്ലാദം എനിക്കുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ആ അവസരം ഈ ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം അത് അനുഗ്രഹമായി മാറട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദേവി മഹാത്മ്യം ജയിക്കട്ടെ. എന്തായാലും ഇന്ന് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ ആ തിരുസന്നിധിയിൽ നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായി തന്നെ കണക്കുകൂട്ടാൻ കഴിയുന്ന ഈ പൊങ്കാല മഹാമഹം, പ്രത്യേകിച്ച് ചേന്തിയെ സംബന്ധിച്ചിടത്തോളം ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 12,000-ലധികം സ്ത്രീജനങ്ങൾ, ഭക്തജനങ്ങൾ ഇന്നിവിടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ദേവിയുടെ സേവകരാണ്. ആ സേവകരായി നിന്നുകൊണ്ട് തന്നെ ദേവിയുടെ ദാസികൾക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആ ഒരു സന്മനസ്സിന് ഉടമകളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർ. അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് നിൽക്കുന്ന ഈ ചേന്തി റെസിഡൻസ് അസോസിയേഷനും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഉറക്കമില്ല. ഇതിൻ്റെ ഒരുക്കങ്ങളാണ്, മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം തയ്യാറാക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുകയാണ്. കാരണം അതൊരു ദൈവീ കടാക്ഷമായി, ഐശ്വര്യമായി അവർക്കും അവരുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഈ ചേന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുണ്യപ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹവും ദേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.